ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തായാലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വ്യക്തമാക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വീണ്ടും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി എത്തിയിരിക്കുകയാണ്. എതിരാളികൾ രാഹുലിനെ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ പുതിയ നീക്കങ്ങളുമായി രംഗത്ത് വരുമ്പോൾ രാഹുലിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ അത് ഒരു വലിയ ആഘോഷമാക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കും DGPക്കും നൽകപ്പെട്ടിരിക്കുന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യ പീഡന പരാതി കൊടുത്ത യുവതിയുടെ ഭർത്താവിൻ്റെ പേരിലാണ്. അതായത് ആ യുവതിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികെട്ടവനാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ തൻ്റെ ഭാര്യയെ വശീകരിച്ച് ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിച്ചയാളാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ വിശദമായ പരാതി DGPക്ക് നൽകിയിരിക്കുന്നു. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക. തൻ്റെ കുടുംബജീവിതം തകർത്ത് തന്നെയും കുടുംബത്തെയും, അതായത് തന്നെയും തൻ്റെ മാതാപിതാക്കളെയും കടുത്ത മാനസിക പ്രയാസത്തിലേക്കും ദുരവസ്ഥയിലേക്കും നയിച്ച ഒരു കുടുംബം കലക്കിയാണ് രാഹുൽ എന്നാണ് ഈ പരാതിയുടെ സാരാംശം. ഈ പരാതി DGPക്ക് നൽകിയ ഉടനെ തന്നെ ഇത് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. മാധ്യമങ്ങൾ അതിലെ പ്രധാനപ്പെട്ട വരികളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ എന്ന് ഓരോ മനുഷ്യനും തോന്നുന്ന വിധത്തിൽ നിരന്തരമായി വാർത്തകളും ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, നിർബന്ധിച്ച് ഗർഭമലസിപ്പിച്ചു, നിർബന്ധിത ഗർഭഛിദ്രത്തെ എതിർത്ത യുവതിയെ ക്രൂരമായി വേട്ടയാടി, മാനസിക പീഡനത്തിന് വിധേയയാക്കി, ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വശം കൂടി പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കടന്നാക്രമിക്കുക എന്ന നിലയിലേക്ക് തന്നെ മാധ്യമങ്ങൾ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികളും ഇത് ആഘോഷമാക്കുകയാണ്. കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കുക എന്ന നിലയിലേക്കാണ് ഓരോ പരാതിയും രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ പരാതി വന്ന സമയം നോക്കുക. ഇന്നലെ മന്നം ജയന്തി ആചരണത്തിൻ്റെ ഭാഗമായി പെരുന്നയിൽ NSSൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ക്ഷണിതാവായി എത്തിയിരുന്നു. അവിടെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും സംസാരിക്കുന്നതും സെൽഫി എടുക്കുന്നതുമൊക്കെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ മന്നം ജയന്തിയേക്കാൾ കൂടുതൽ ജനങ്ങൾ കണ്ടത്, ആഘോഷിച്ചത്, പങ്കുവച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന നിലയിലുള്ള ചർച്ചകളായിരുന്നു, വാർത്തകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും NSSൻ്റെയൊക്കെ ശക്തമായ പിന്തുണ രാഹുലിനുണ്ട് എന്ന പ്രചാരണം വരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിന് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് വിലയിരുത്തലുകൾ വരുന്നു. ഇങ്ങനെ പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് തിരിച്ചെടുക്കുകയും അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥിയായി രാഹുൽ പാലക്കാട് വരുന്ന സാഹചര്യവും ഉണ്ടാകും എന്ന കണക്കുകൂട്ടലുകൾ വരുന്നു. പൊടുന്നനെയാണ് ഈ പരാതി DGPക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അതിലെ ഓരോ വാക്കുകളും എടുത്ത് രാഹുൽ ഇത്രയും ചീപ്പായ വൃത്തികെട്ട മനസ്സിനുടമയാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നു. മാധ്യമങ്ങൾ നിരന്തരമായി രാഹുലിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് പറയുന്നു. നോക്കുക, തൻ്റെ ഭാര്യയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വശീകരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കൂടെ കൊണ്ട് നടക്കുന്നൊരു സാഹചര്യമുണ്ടായി. അത് താൻ കൈയോടെ പിടിച്ചു. അതിനെ തുടർന്ന് നിരന്തരമായ കലഹങ്ങൾ തങ്ങൾക്കിടയിലുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പറഞ്ഞതുപോലെ താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടനില നിന്നയാളല്ല രാഹുൽ. തൻ്റെ ഭാര്യയെ ലൈംഗികപരമായി ഉപയോഗിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവരുമായി അടുക്കുകയും താൻ ഫ്ലാറ്റിൽ ഇല്ലാതിരുന്ന സമയത്ത് അവിടെയെത്തി വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു രാഹുൽ എന്നും ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ മുഴുവൻ തനിക്കറിയാമെന്നും ഈ ഭർത്താവ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു പരാതിയിൽ കേസെടുക്കാമോ എന്ന് ചോദിച്ചാൽ കേസെടുക്കാൻ വകുപ്പുകളുണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ എന്ന് തന്നെയാണ് മറുപടി. BNS 84 പ്രകാരം 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കാൻ കഴിയുന്ന കുറ്റമാണ് രാഹുൽ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്താണ് BNS 84 എന്ന് നോക്കുക. Whoever takes or entices away any woman
he is and whom he knows or has reason to believe to be the wife of any other man, with intent that she may have illicit intercourse with any person, or conceals or detains with that intent any such woman, shall be punished with imprisonment of either description of a term which may extend to 2 years, or with fine, ഓർ വിത്ത് ബോത്ത് എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരാളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമെന്ന ഉദ്ദേശത്തോടെ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണെന്ന് അറിയാവുന്നതോ വിശ്വസിക്കാൻ കാരണമുള്ളതോ ആയ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടു പോവുകയോ വശീകരിക്കുകയോ ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടെ അത്തരമൊരു സ്ത്രീയെ മറച്ചു വയ്ക്കുകയോ, അതായത് കൈവശം വയ്ക്കുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്താൽ ഈ വകുപ്പ് ചുമത്താമെന്നാണ് BNS പറയുന്നത്. എന്തായാലും ഈ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതികളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ഒരു വിമണൈസറാണ്, പ്രെഡേറ്ററാണ് എന്നൊക്കെ പറഞ്ഞ് സെക്ഷൽ പ്രെഡേറ്ററാണ് എന്ന നിലയിലൊക്കെ മാധ്യമങ്ങൾ നിരന്തരമായി വാർത്തകൾ ചമച്ചിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്തകളും വിഷയങ്ങളും ചർച്ചകളും ആളിക്കത്തിച്ചിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് മുഖവിലക്കെടുത്തില്ല. സ്വർണ്ണക്കൊള്ള കേസ് സജീവമായി ജനങ്ങൾ ചർച്ച ചെയ്തു. ഇടതുപക്ഷത്തിനെതിരായ ഒരു വലിയ ജനവിധിയുണ്ടായി. പക്ഷെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള പരാതികൾ വരുന്നു. അതിൽ വലിയ ചർച്ചകൾ മാധ്യമങ്ങൾ നടത്തുന്നു. രാഹുലിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ അത് ആഘോഷമാക്കുന്നു. എപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംലൈറ്റിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോഴൊക്കെ പരാതികൾ വരുന്നു എന്നുള്ളത് ക്രമാനുഗതമായി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ പരാതി ആദ്യം ഒരു ഓഡിയോ ക്ലിപ്പാണ് വന്നത്. രാഹുൽ വീട്ടിലിരിക്കുകയായിരുന്നു പിന്നീട് ഒരു മാസക്കാലത്തോളം. അതിനുശേഷം രാഹുൽ രണ്ടാമത് തിരിച്ചെത്തുന്നു പാലക്കാട്. രാഹുലിനെതിരെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ജനങ്ങളുടെ വലിയ പിന്തുണയെ തുടർന്ന് രാഹുലിന് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം വരുന്നു. രാഹുൽ അങ്ങനെ MLA എന്ന നിലയിൽ പാലക്കാട് സജീവമായി നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ മറ്റൊരു ഓഡിയോ ക്ലിപ്പ് മറ്റൊരു ചാനലിൽ വരുന്നത്. അതിന് പിന്നാലെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു. ആ കേസിനെ നിയമപരമായി നേരിടും എന്ന നിലയിലേക്ക് രാഹുൽ ഇറങ്ങിത്തിരിക്കുകയും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ആദ്യം സെഷൻസ് കോടതി അത് തള്ളുകയും എന്നാൽ ഹൈക്കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുകയും ഈ കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്ത ആ സമയത്ത്, ഏതാണ്ട് ആ ഒരു സമയത്ത് രണ്ടാമതൊരു പരാതി രാഹുലിനെതിരെ വരുന്നു. ഊരും പേരുമില്ലാത്തൊരു പരാതി. ആദ്യം കിട്ടിയത് KPCC അധ്യക്ഷനാണ്, പിന്നെ മാധ്യമങ്ങൾക്കാണ്. KPCC അധ്യക്ഷൻ അത് പോലീസിന് അയച്ചു കൊടുക്കുന്നു. അതിന്മേൽ കേസെടുക്കുന്നു. ആ ഇരയെ കണ്ടെത്തിയെന്ന് പറയുന്നു, മൊഴിയെടുക്കുന്നു. അതിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം നൽകുകയാണ്. ഇപ്പോൾ പിന്നെ രാഹുലിന് മുന്നിലുള്ളത് ആകെ ആദ്യത്തെ പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുക എന്നുള്ളതാണ്. അതിൻ്റെ വിശദമായ വാദങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. അതിനിടയിലാണ് പൊടുന്നനെ രാഹുൽ വീണ്ടും സജീവമാകുന്നു എന്ന നിലയിലേക്ക് ഈ മന്നം ജയന്തിയിലൊക്കെ ഉൾപ്പെടെ സജീവമായി പെരുന്നയിലെ NSS ആസ്ഥാനത്തൊക്കെ എത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ പരാതിയും വരികയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷയില്ലാത്ത വിധത്തിലേക്ക് രാഹുലിനെതിരെ നിരന്തരമായി ഇടപെടലുകൾ ഉണ്ടാവുകയാണ് എന്നാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ, ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർ തന്നെ ചിന്തിക്കുക, തീരുമാനിക്കുക. പക്ഷെ എന്തായാലും രാഹുലിനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള കുരുക്കുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ രാഹുലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന യുവതിയുടെ ഭർത്താവ് തന്നെയാണ് ഒരു വലിയ സംഘർഷം എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടം നടത്തുന്ന രാഹുലിനുള്ള ഒരു ശക്തമായ പ്രഹരം, അടി എന്ന നിലയിലേക്കാണ് ഈ കേസ് വരുന്നത്. ഇതിൽ പോലീസ് കേസെടുക്കുമോ, രാഹുലിനെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഹുലിന് ജനപിന്തുണ കിട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനിടയിലേക്ക് ഇങ്ങനൊരു പരാതി വന്നത് വീണ്ടും രാഹുൽ മോശക്കാരനാണ് എന്ന ചർച്ചകൾ ആളിക്കത്തിക്കാൻ ഇടയാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുടുംബം തകർത്തു, ഒരു യുവതിയെ വശീകരിച്ചു, ആ യുവതിയും ഭർത്താവും തമ്മിലുള്ള സ്വൈരജീവിതം ഇല്ലാതാക്കി. രാഹുലിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അത്രയും സ്വാർത്ഥനായ രാഹുൽ തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഒരു കുടുംബത്തെ ഇല്ലാതാക്കുകയാണ്, ഒരു ഭർത്താവിനെ നരകിപ്പിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നു, സമൂഹത്തിൽ അയാളെ അപമാനിക്കുന്ന വിധത്തിലേക്ക് ഇടപെടലുകൾ നടത്തുന്നു. എന്തൊരു ക്രൂരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ജനങ്ങൾ പറയണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ കേസിൽ പോലീസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. നിലവിലെ സാഹചര്യത്തിൽ രാഹുലിനെ വിടാൻ ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾ സജീവമാവുകയാണ് വീണ്ടും.